വണക്കം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവന് ആരാണ് സംരക്ഷണം കൊടുക്കുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജീവൻ അപകടത്തിലാണ് എന്നിങ്ങനെയുള്ള പല റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ കിടന്ന് തത്തിക്കളിക്കുന്ന കാഴ്ച നമുക്ക് ഈയിടെയായിട്ട്, അതായത് ഒരു 2-3 ദിവസമായിട്ട് കാണാൻ സാധിക്കും. പെട്ടെന്ന് ഒരു പൊട്ടിപ്പുറപ്പെടലാണ്. അതായത് പ്രധാനമന്ത്രിയുടെ ജീവൻ അപകടത്തിലാണ്, പ്രധാനമന്ത്രിയെ വധിക്കാനായി പദ്ധതിയിട്ടു എന്നുള്ളത് മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ജീവൻ രക്ഷിച്ച് പ്രധാനമന്ത്രിയെ പൊതിഞ്ഞു പിടിച്ചത് റഷ്യയുടെ പ്രസിഡൻ്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനാണ് എന്നുള്ള ഒരു റിപ്പോർട്ടും ഇതിനോടൊപ്പം നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജെൻ സിക്കിടയിൽ ഇത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നാൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ തുറന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രധാനമായും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഞാൻ വ്യക്തവും കൃത്യവുമായിട്ട് പറഞ്ഞു തരാം. എന്തായാലും എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടി അല്ലെങ്കിൽ ബ്രിക്സിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ബ്രിക്സ്, അതായത് അമേരിക്കയ്ക്ക് എതിരായിട്ട് ബ്രിക്സിനെ വളർത്തിയെടുക്കാനായിട്ട് ചുക്കാൻ പിടിക്കുന്ന ആ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് RIC ട്രോയ്ക്ക ആദ്യമായിട്ട് ഒന്നിക്കുകയാണ്. RIC ട്രോയ്ക്ക എന്ന് പറഞ്ഞാൽ റഷ്യ, ഇന്ത്യ, ചൈന സഖ്യം. ഇവരാദ്യമായിട്ട് ഒന്നിക്കുകയാണ്. അത് ബ്രിക്സിൻ്റെ വേദിയിലാണ് ഇവർ ഒന്നിക്കുന്നത്. ആ വേദിയിലേക്ക് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പോകാനായിട്ട് പോവുകയാണ്. നരേന്ദ്രമോദി അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് അമേരിക്കയെ പ്രതിരോധിക്കാൻ കിട്ടിയൊരു സുവർണാവസരം. ഇന്ത്യയെ ചൈനയ്ക്ക് വേണം. പ്രധാനമായും നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള സൗഹൃദം ചൈനീസ് പ്രസിഡൻ്റായിട്ടുള്ള ഷീ ജിങ് പിങ്ങിന് വേണം എന്നുള്ളതാണ്. നമുക്ക് അവരുടെ സൗഹൃദം എത്രത്തോളം പ്രധാനമാണോ അതിനേക്കാളും പ്രധാനമാണ് ഈ ഒരു അവസരത്തിൽ. അതായത് ലോകം ഇപ്പോൾ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി കഴിഞ്ഞതിന് ശേഷം ആ മുതുകണ്ട ലോകത്ത് കിടന്ന് കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്, കോമാളിത്തരമാണ്. പല രാജ്യങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്തുന്നു, പല രാജ്യങ്ങളെയും വരുതിയിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുമുണ്ട്. ഇന്ത്യ ആസനത്തിൽ ഇടിയും കൊടുത്ത് പറഞ്ഞു വിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ചൈനയിലേക്ക് ഡൊണാൾഡ് ട്രംപ് കാര്യങ്ങൾ അടുപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ചൈനയ്ക്ക് താരിഫ് അടിച്ചു കൊടുക്കാനുള്ള പല നീക്കങ്ങളും ഡൊണാൾഡ് ട്രംപ് നടത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ മനസ്സിൽ ഒരുപാട് ആശങ്കകളുണ്ട്. കാരണം ചൈന എന്ന് പറയുന്നത് ഇമ്പോർട്ട് എന്നുള്ളതിനെക്കാട്ടിലും അതിഭീകരമായിട്ട് എക്സ്പോർട്ടിംഗ് ഉള്ള രാജ്യമാണ്. ഇൻഫാക്റ്റ് അമേരിക്കയിലെ 70% വസ്തുക്കളിലും ചൈനയുടെ കൈകടത്തലുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപിന് കൃത്യമായിട്ടറിയാം. പോരാത്തതിന് ചൈനയിൽ റെയർ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്ന അപൂർവ ധാതുക്കളുണ്ട്. അത് അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ചൈന കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നാൾ അമേരിക്കയിലെ ഡിഫൻസ് സിസ്റ്റം പ്രതിരോധത്തിലായ വാർത്തകളൊക്കെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത് ചൈനയുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ, ചൈനയുടെ എക്സ്പോർട്ട് അമേരിക്ക തടഞ്ഞു അതിന് വലിയ താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ചൈന സാമ്പത്തികമായിട്ട് ഞെരുങ്ങും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല. അതുകൊണ്ട് അമേരിക്ക താരിഫ് ഏർപ്പെടുത്തുമ്പോൾ ചൈന അമേരിക്കയെ തിരിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അമേരിക്കയ്ക്ക് എങ്ങനെ ചൈനയെ തിരിച്ച് ഭീഷണിപ്പെടുത്തണമെങ്കിലോ ചൈനയെ പ്രതിരോധിക്കണമെങ്കിലോ ആരുടെ സഹായം വേണം? റഷ്യയുടെ സഹായം വേണ്ട. റഷ്യയെക്കാട്ടിലുമുപരി, അതിലുപരി ഇന്ത്യയുടെ സഹായമാണ് ചൈനയ്ക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതേസമയം ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്കും ആരുടെ സഹായമാണ് വേണ്ടത്? ഇന്ത്യയുടെ സഹായമാണ് വേണ്ടത്. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും കോമൺ ആയിട്ട് നിൽക്കുന്ന രാജ്യമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. ചൈനയ്ക്ക് അമേരിക്കയെ പ്രതിരോധിക്കണമെങ്കിലും ഇന്ത്യയുടെ സഹായം വേണം. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സൗഹൃദം ഇരു രാജ്യങ്ങൾക്കും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈന ഇന്ത്യയുമായി അടുക്കാതിരിക്കാൻ അമേരിക്ക ശ്രമിക്കും, അല്ലെങ്കിൽ അമേരിക്ക അതിനുള്ള എല്ലാ പണികളും ചെയ്യും. അമേരിക്ക അത് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഈഗോ കൂടി ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തു? താരിഫ് 50% നമുക്ക് അടിച്ചു തന്നു. 50% താരിഫ് നമുക്ക് അടിച്ച് തരുന്നതിന് പിന്നിൽ ഒരു ലോങ് സ്റ്റോറിയുണ്ട്. അത് അമേരിക്കയുടെ ആണവ നില, അല്ലെങ്കിൽ അമേരിക്ക കൺട്രോൾ ചെയ്യുന്ന ആണവ പോർമുനകൾ വഹിക്കുന്ന കിരാന കുന്നുകളിൽ ഇന്ത്യ അടിച്ചതാണ് എന്ന രീതിയിൽ ഒരു ടോക്ക് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അതങ്ങനെ നടന്നോട്ടെ, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമേരിക്കയ്ക്ക് ചൈനയെ പ്രതിരോധിക്കാനും ചൈനയ്ക്ക് അമേരിക്കയെ പ്രതിരോധിക്കാനും ഇന്ത്യ ആവശ്യമാണെന്നിരിക്കെ ഇരു രാജ്യങ്ങളും തമ്മിൽ അടുക്കാതിരിക്കാൻ, അതായത് ചൈനയും ഇന്ത്യയും തമ്മിൽ അടുക്കാതിരിക്കാൻ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ അടുക്കാതിരിക്കാൻ ചൈനയും പഠിച്ച മണി 18 നോക്കിയിരുന്നു, ഇനിയും നോക്കിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ബ്രിക്സ് ഉച്ചകോടി വന്നു. ഈ ബ്രിക്സ് ഉച്ചകോടി വന്നു കഴിഞ്ഞ ശേഷം എന്താണ് നടന്നത്? ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രിയെ കാണാനായി 10
മിനിറ്റ് വെയിറ്റ് ചെയ്തു. എന്തിനാണ് വെയിറ്റ് ചെയ്തത്? പ്രധാനമന്ത്രിയെ സ്വന്തം വണ്ടിയിൽ കയറ്റി 45 മിനിറ്റോളം പുടിൻ ആ വണ്ടിക്കകത്ത് പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി എന്ന് പറയപ്പെടുന്നു. ചർച്ച നടത്തിക്കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു? പുടിൻ പ്രധാനമന്ത്രിയുമായിട്ട് ചായ ഒടിച്ച് പിരിഞ്ഞു. ഇതാണ് അവിടെ ഉണ്ടായത്. അതിനുശേഷം ചൈനീസ് പ്രസിഡൻ്റായിട്ടുള്ള ഷീ ജിങ് പിങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മീറ്റ് ചെയ്തു. തോളിലൊക്കെ തട്ടി നല്ല രീതിയിലുള്ള സംസാരമൊക്കെ അവിടെ ഉണ്ടായി. അതിനെക്കാട്ടിലും വലിയൊരു സംഭവം അവിടെ ഉണ്ടായത് കായ്ക്കി എന്ന് പറയുന്ന കായ്ക്കിയോ വാട്ട് ഓവർ ദ പ്രൊനൗൺസിയേഷൻ ഈസ്, എന്തായിരുന്നാലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറിനെ, അതായത് ചൈനയിലെ അപ്പം ഗോവിന്ദൻ, അങ്ങനെ കാണാനായിട്ട് പ്രധാനമന്ത്രി പോയി. അതായത് തലൈവനെ അല്ല, തലയെടുக்கிறവനെയാണ് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അവിടെ കാണാനായിട്ട് പോയത് എന്നുള്ള റിപ്പോർട്ടുകളും ആ സമയത്ത് പുറത്തു വന്നതാണ്. അപ്പോൾ വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രിയെ 45 മിനിറ്റ് വെയിറ്റ് ചെയ്ത് തൻ്റെ വണ്ടിയിൽ കയറ്റി പ്രധാനമന്ത്രിയെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം, അതുവരെ എല്ലാം ക്ലിയറാണ്. കഴിഞ്ഞ ശേഷം ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ച നടന്നു. അവരെന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാകുക? വ്ളാഡിമിർ പുടിൻ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല, പല വിശേഷങ്ങളും നമ്മൾ സംസാരിച്ചു, അത് മാത്രമേ നടന്നുള്ളൂ, അല്ലാതെ ഒരു എന്താ പറയുക കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു ടോക്കൊന്നും അവിടെ നടന്നില്ല എന്ന് പുടിൻ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞ ശേഷം പ്രധാനമന്ത്രി ഒരു ഡയലോഗ് അടിച്ചു. പ്രധാനമന്ത്രി പോയത് ഏത് വഴിയാണ്? ആദ്യം ജപ്പാനിലോട്ട് പോയി. ജപ്പാൻ വഴിയാണ് നേരെ എങ്ങോട്ടേക്ക് പോയത്? ചൈനയിലേക്ക് പോയത്. ജപ്പാൻ വഴി ചൈനയിലേക്ക് പോയിട്ട് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഞാൻ അതായത് ഞാൻ ജപ്പാനിൽ പോയല്ലോ, ജപ്പാനിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നതിലാണോ നിങ്ങൾ സന്തോഷിക്കുന്നത്, അതേ ഞാൻ പോയതിലാണോ സന്തോഷിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി ചോദിച്ചു. ഈ വാക്ക് വളരെ അർത്ഥഗർഭമുള്ള വാക്കുകളായി നമ്മുടെ ഇന്ത്യൻ ജനത കണ്ടു. ഇന്ത്യൻ ജനത കണ്ടിട്ട് പറഞ്ഞു, കണ്ടോ പ്രധാനമന്ത്രി തിരിച്ചു വന്നതാണോ നിങ്ങൾ സന്തോഷിക്കുന്നത്, ഇതിലെന്തോ ഇല്ലേ എന്നുള്ളൊരു കോൺസ്പിറസി തിയറി അവിടെ ഉദിക്കുന്നു. ഈ കോൺസ്പിറസി തിയറിക്ക് ആക്കം കൂട്ടാനായി ബംഗ്ലാദേശിലെ ധാക്കയിൽ അവിടെയുള്ള ഒരു ഹോട്ടലിൽ ഒരു US കമാൻഡർ കൊല്ലപ്പെടുന്നു. US കമാൻഡറിൻ്റെ പേര് ആരവൽ ജാക്സൺ, വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ എന്തോ ഒരു പേരാണ്. ആ US കമാൻഡർ അവിടെ കൊല്ലപ്പെടുന്നു. ഇയാൾ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നോ, ഇയാളെന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ എത്തിയതായിട്ടുള്ള രേഖകളില്ല എന്ന് പറയപ്പെടുന്നു. കാരണം എല്ലാം വളരെ കോൺഫിഡൻഷ്യലായിരുന്നു. അവിടേക്ക് ഇയാൾ എത്തിയതിനും രേഖകളില്ല. ഇയാൾക്ക് പുറമെ 20ഓളം US സൈനികർ അവിടെ എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ആ സമയത്ത് വന്നിരുന്നു. പക്ഷേ ചെക്ക് ഇൻ ചെയ്യുന്ന ഹോട്ടലിൽ അവരുടെ പേരുകൾ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന റിപ്പോർട്ടുകളും ആ സമയത്ത് പുറത്തു വന്നതാണ്. അപ്പോൾ ഈ ആരവൽ ജാക്സൺ കൊല്ലപ്പെട്ടപ്പോൾ എങ്ങനെയാണ് ഈ ആരവൽ ജാക്സൺ കൊല്ലപ്പെട്ടത്? അത് പൊളോണിയം എന്ന് പറയുന്നൊരു വിഷം കഴിച്ചാണ് ഇയാൾ മരിച്ചിരിക്കുന്നത്. പൊളോണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ അവരുടെ ശത്രുക്കൾക്ക് കൊടുക്കുന്ന വിഷമാണ്. കണ്ടോ, റഷ്യ ശത്രുക്കൾക്ക് കൊടുക്കുന്ന വിഷം. ബംഗ്ലാദേശിലെ ധാക്കയിൽ US കമാൻഡർ മരിച്ചു. പ്രസിഡൻറ്റ്, അതായത് റഷ്യൻ പ്രസിഡൻറ്റ് പ്രധാനമന്ത്രിയെ പൊതിഞ്ഞു പിടിക്കുന്നു. അത് തന്നെ അതായത് പ്രധാനമന്ത്രിയെ സംരക്ഷിച്ചു നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ. അങ്ങനെ അടിച്ചിറക്കണം പിള്ളേച്ച കഥ എന്നുള്ള രീതിയിലാണ് കഥകളെല്ലാം ഇങ്ങനെ പ്രചരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? അതൊന്നും നമുക്കറിയണമല്ലോ. ഇതിലുള്ള അപകടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലോകത്തൊരിടത്തും സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ SPG, നമ്മുടെ റോ, നമ്മുടെ IB ഇവരൊക്കെ വളരെ കഴിവുകെട്ടവരാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ഉയരുന്നത്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടെ പോയി കഴിഞ്ഞാലും അജിത് ഡോവൽ എന്ന് പറയുന്ന സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ ഒരു കയ്യൊപ്പില്ലാതെ അദ്ദേഹം ഒരു രാജ്യത്തും ചെന്നിറങ്ങില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒരു സമയത്ത് ചോദിക്കുക പോലും ചെയ്യാതെ പാകിസ്ഥാനിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്ലൈറ്റ് പറന്നിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. നവാസ് ഷെരീഫായിരുന്നു അന്ന് പാകിസ്ഥാൻ്റെ ഭരണാധികാരി. നവാസ് ഷെരീഫ് നോക്കിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനിൽ നിൽക്കുന്നു. ഞെട്ടിപ്പോയവന്മാരെല്ലാം. ആ ഓപ്പറേഷൻ എങ്ങനെയാണ് നടന്നത്? അതായത് നമ്മുടെ പ്രധാനമന്ത്രി ഒരു രാജ്യത്തേക്ക് പറന്നിറങ്ങുന്നതിന് മുമ്പ് ആ രാജ്യത്തെ സാമൂഹിക സാഹചര്യങ്ങൾ, സുരക്ഷിതത്വം എല്ലാം കൃത്യമായി നിരീക്ഷിക്കപ്പെടും. നമ്മുടെ ഒരു ടീം ആ രാജ്യത്തെത്തി അവിടെ എന്തൊക്കെയാണോ നടക്കാൻ സാധ്യതയുള്ളത് അത്ര സുരക്ഷിതമായിട്ടുള്ളൊരു മേഖലയിൽ മാത്രമേ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോവുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പോകാനായിട്ട് പ്രധാനമന്ത്രിയെ SPG, റോ, IB അടക്കമുള്ളവർ അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്ളാഡിമിർ പുടിൻ സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ ഇനി നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരിടത്തും പോകാനായിട്ട് സാധിക്കില്ല. ഇനി പുടിൻ വേണം. എവിടെയെങ്കിലും പ്രധാനമന്ത്രിക്ക് പോകണമെങ്കിൽ പുടിൻ വേണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ ടോക്കിലൂടെ ഉണ്ടാകുന്നത്. എന്തായിരുന്നാലും ഇതൊരു അത്ര നല്ല ടോക്കല്ല. അതായത് അത്ര നല്ലൊരു സെറ്റപ്പല്ല ഈ ടോക്ക്. ഇനി നമ്മുടെ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഒരു രാജ്യത്ത് പോകുന്നതിന് മുമ്പ് ഒരുക്കങ്ങൾ നടത്തുന്നത്? ഇതിൽ SPG വളരെ വലിയ
ജാഗ്രത പുലർത്തുന്നുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. SPG എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ നിന്ന് പറന്നുയരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കും. പ്രധാനമന്ത്രിയുടെ വിമാനം, പ്രധാനമന്ത്രി പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം, ആ രാജ്യത്തെ സുരക്ഷ, ആ രാജ്യത്തെ സെക്യൂരിറ്റി ഫോഴ്സസിൽ നിന്ന് നമ്മുടെ SPGക്ക് കൈവശം വയ്ക്കാനുള്ള ആയുധങ്ങളുടെ അനുമതി, ഇതെല്ലാം അവർ മേടിച്ചെടുക്കും. പോരാത്തതിന് നമ്മുടെ രഹസ്യ ഏജൻറ്റുകൾ നമ്മുടെ പ്രധാനമന്ത്രി പോകുന്ന പല സ്ഥലങ്ങളും അദ്ദേഹം പറന്നിറങ്ങുന്നതിന് മുമ്പേ അവർ പറന്നിറങ്ങി അവർ ഉറപ്പുവരുത്തും ഇവിടെ സുരക്ഷിതമാണ് എന്ന്. പണ്ടൊക്കെ പ്രധാനമന്ത്രി പോകുന്ന സ്ഥലങ്ങൾക്ക് മുമ്പ്, അതായത് പ്രധാനമന്ത്രി വന്നിറങ്ങുന്നതിന് മുമ്പ് അവിടെ ആദ്യം വന്നിറങ്ങുന്നത് അജിത് ഡോവലാണ്. അതായത് അജിത് ഡോവലാണ് പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ വന്നിട്ട് ഇവിടെ സുരക്ഷിതമാണ്, ധൈര്യമായിട്ട് വന്നോ എന്ന് പറഞ്ഞത് എന്നുള്ളൊരു കഥ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അജിത് ഡോവൽ ആയതുകൊണ്ട് തന്നെ അത് സത്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മുക്കും മൂലയും പാകിസ്ഥാൻ്റെ അറിയാവുന്നുള്ളൊരു വ്യക്തിയാണ് അജിത് ഡോവൽ എന്ന് പറയുന്നത്. പോരാത്തതിന് ഭീകരവാദികൾക്കിടയിൽ അവരിലൊരാളായി തന്നെ താമസിച്ച് അവരെ ഉന്മൂലനം ചെയ്യാനുള്ള ടെക്നിക്ക് അജിത് ഡോവലിനോളം മറ്റാർക്കും ഇല്ല ഇന്ത്യയിൽ എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി ഈ SPG ഇവിടെ നിന്നും പ്രധാനമന്ത്രിക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി അവിടെ പറന്നിറങ്ങി അവിടെയുള്ള സാഹചര്യങ്ങളൊക്കെ വിശദീകരിച്ച ശേഷം പ്രധാനമന്ത്രി പോവുകയാണ്. പ്രധാനമന്ത്രി ചൈനയിലെത്തിക്കഴിഞ്ഞ ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഈ സുരക്ഷ രണ്ടായിട്ട് വിഭജിക്കപ്പെടും. അതായത് പ്രധാനമന്ത്രിയുടെ സുരക്ഷ അതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ആവും. അതായത് രണ്ട് ടീമാണ് പ്രധാനമന്ത്രിക്ക് സുരക്ഷ അവിടെ ഒരുക്കാനിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഇവിടെ പ്രധാനമന്ത്രി പോകുന്നതിന് മുമ്പ് ആതിഥേയ രാജ്യവുമായി SPG എന്ത് ചെയ്യും? അവരെ കോൺടാക്റ്റ് ചെയ്ത് ഫുൾ സുരക്ഷാ വിവരങ്ങൾ അവരെടുത്തു കഴിഞ്ഞ ശേഷം പ്രധാനമന്ത്രി എവിടേക്ക് പറന്നിറങ്ങിക്കഴിഞ്ഞാൽ സുരക്ഷ രണ്ടായി വിഭജിക്കപ്പെടും. അതിലൊന്ന് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യത്തിൻ്റെ ബാധ്യത. അതായത് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യത്തിന് നമ്മുടെ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കാനുള്ള വലിയ രീതിയിലുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ പ്രധാനമന്ത്രിയെ അച്ചം പുച്ചം സംരക്ഷിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഇതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ചൈനയിൽ പ്രധാനമന്ത്രിയെ വധിക്കാനായിട്ട് ചൈനീസ് ചാരന്മാരുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അവിടെ പ്രധാനമന്ത്രി ഇറങ്ങുമ്പോൾ അവർ സുരക്ഷാ വീഴ്ച നടത്തി നമ്മുടെ പ്രധാനമന്ത്രിയെ വധിച്ചാലോ എന്നുള്ളൊരു ചോദ്യം വേണമെങ്കിൽ അലങ്കാരത്തിന് ഉന്നയിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചൈന ഈ സമയത്ത് അതിന് മുതിരില്ല. ചൈന ഈ സമയത്ത് അതിന് മുതിർന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോവുകയുമില്ല. ചൈന ഈ സമയത്ത് അതിന് മുതിരാത്തതിൻ്റെ കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ചൈനയ്ക്കാണ് ഇന്ത്യയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആവശ്യം ഇന്ത്യയുമായി സൗഹൃദം പുലർത്തുക എന്നുള്ളത്. കാരണം ചൈനയും ഇന്ത്യയും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ റഷ്യ കൂടെ ചേരുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വളരെയധികം ദുർബലമായി പോകുമെന്ന് ചൈനയ്ക്ക് കൃത്യമായിട്ടറിയാം. ലോകക്രമം മാറി വരികയാണ്. അതിന് ഇന്ത്യ വലിയൊരു പങ്ക് വഹിക്കും. ഇന്ത്യ ആവശ്യമാണ്. ഇന്ത്യ ഇല്ലാതെ പോകാൻ സാധിക്കില്ല. ഈ സമയത്ത് പ്രധാനമന്ത്രിക്ക് ചൈനീസ് മണ്ണിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ ജന്മം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ബന്ധം സാധ്യമാകില്ല എന്നും ചൈനയ്ക്ക് കൃത്യമായിട്ടറിയാം. പോരാതെ തന്നെ ചൈനയുടെ റിപ്പോർട്ടുകൾ, അതായത് ചൈനയിൽ നിന്ന് വരുന്ന സാമ്പത്തിക റിപ്പോർട്ടുകൾ എന്ന് ചൈന തളർന്നു പോകാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ചൈനയിൽ ഒരു സമയത്ത് വലിയ ജനസംഖ്യാ നിയന്ത്രണം വന്നു. ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്. ആ ജനസംഖ്യാ നിയന്ത്രണം വന്ന സമയത്ത് ചൈന എന്ത് ചെയ്തു? ഇനി നമുക്ക് കുട്ടികൾ വേണ്ട, അല്ലെങ്കിൽ ഒരു കുട്ടി മതി എന്നുള്ളൊരു തീരുമാനമെടുത്തു. അങ്ങനെ എടുത്തത് കൊണ്ട് തന്നെ ചൈനയിൽ ഈ വയസ്സന്മാരുടെ എണ്ണം കൂടി വരികയാണ്. വയസ്സന്മാരുടെ എണ്ണം കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കും? യൂത്ത് കുറയുന്ന രാജ്യത്ത് നിക്ഷേപങ്ങൾ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സാമ്പത്തിക അടിത്തറ തകരും. ഇത് ചൈനയ്ക്ക് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. പല റിപ്പോർട്ടുകളും ഇതിനെ സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നേരെ തിരിച്ചാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂത്താണ്. ചൈന നോക്കുമ്പോൾ ചൈനയുടെ സാധനങ്ങളെല്ലാം കൊണ്ടിറക്കാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ളൊരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സഹായം ചൈനയ്ക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന എന്ത് ചെയ്യും? ചൈന ഈ സമയത്ത് അതിന് മുതിരില്ല. ഇനി ഒരിക്കലും ചൈന മുതിരില്ല. കാരണം ഇന്ത്യയുടെ ശക്തി ഇപ്പോൾ എത്രത്തോളമാണെന്ന് ചൈനയ്ക്കറിയാം. ആ ചൈന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അസാസിനേറ്റ് ചെയ്യാനൊരു നീക്കം നടത്തിയാൽ, പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം ഇന്ത്യയിൽ ഭരണം മാറുകയാണ്. ഇന്ത്യ വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ. അതായത് നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും ഒരു പ്ലാൻ എ ഉണ്ട്. ആ പ്ലാൻ എ പരാജയപ്പെട്ടാൽ ഒരു പ്ലാൻ ബി ഉണ്ട്. പ്ലാൻ ബി പരാജയപ്പെട്ടാലോ വിഷമിക്കണ്ട, പ്ലാൻ സി ഉണ്ടതിന് എന്ന രീതിയിൽ നമ്മുടെ ജയശങ്കർ ഒരു മാധ്യമപ്രവർത്തകയോട് പറയുന്നുണ്ട്. അപ്പോൾ ആ മാധ്യമപ്രവർത്തക ജയശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ പ്ലാൻ സി? അപ്പോൾ ജയശങ്കർ പറയുന്നുണ്ട്, ഈ പ്ലാൻ സി എന്ന് പറയുന്ന സാധനം നമ്മുടെ രാജ്യത്ത് തന്നെ വിരലിൽ എണ്ണാവുന്ന ചില ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊല്ലപ്പെടും.
എന്നാണ് ജയശങ്കർ പറഞ്ഞത്. റഷ്യയുടെ ഏറ്റവും വലിയ പ്ലാൻ എന്താണെന്ന് നമുക്കറിയാം, ഡെഡ് ഹാൻഡ് ആണ്. അതായത് റഷ്യയുടെ പ്രസിഡന്റിനോ റഷ്യയുടെ മറ്റാർക്കെങ്കിലുമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, റഷ്യയിൽ ഇനി യുദ്ധം ചെയ്യാനായിട്ട് ആരും അവശേഷിക്കാത്തൊരവസ്ഥ വന്നാൽ, റഷ്യയുടെ പ്രസിഡന്റ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ, ആ ഭരണം ഏറ്റെടുക്കാൻ വേറൊരാളില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഡെഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഒരു സിസ്റ്റം ആക്ടിവേറ്റ് ആവും. അതിനുശേഷം റഷ്യയ്ക്ക് ചുറ്റും നിന്ന് ആണവ പോർമുനകൾ പറന്നുയരും. ലോകരാജ്യങ്ങളിൽ ഇത് പതിക്കുകയും ലോകത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒരുപക്ഷെ ലോകാവസാനത്തിലേക്കൊക്കെ പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിന് പല രീതിയിലുള്ള സ്ഥിരീകരണവും പല വിശകലന വിദഗ്ധരും പ്രതിരോധ വിദഗ്ധരും നൽകുന്നുണ്ടെങ്കിലും ഇത് നടപ്പാകാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. ഇനി നമുക്ക് തിരിച്ച് ബാക്ക് ടു നോർമൽ, നമുക്ക് ചൈനയിലേക്ക് വരാം. പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഇന്ത്യയിൽ ഭരണം മാറുകയാണ്. അടുത്ത സമയം ഒരു എമർജൻസി PM ആയിട്ട് വരാൻ പോകുന്നത് ഇവിടെ ആരായിരിക്കും? സ്വാഭാവികമായിട്ടും അമിത്ഷാ ആയിരിക്കും അടുത്ത സമയം PM ആയിട്ട് വരാൻ പോകുന്നത്. അമിത്ഷാ വരിക മാത്രമല്ല, പിന്നീട് വലിയൊരു യുദ്ധത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചൈനയും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും ആർക്കും വേണ്ട. അതുകൊണ്ട് അതിന് ചൈന മുതിരില്ല. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, വിദേശ രാജ്യത്ത് പ്രധാനമന്ത്രി വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഹോസ്റ്റ് നേഷൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ പോലീസ് പ്ലസ് സീക്രട്ട് സർവീസ് ഓർ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ യൂണിറ്റ്, ഇവരെ 3 പേരെയും സംയുക്തമായി യോജിപ്പിച്ചുകൊണ്ട് ക്ലോസിംഗ് റൂട്ട്സ്, അതായത് റൂട്ടുകൾ ക്ലോസ് ചെയ്യുക, സുരക്ഷാ ബബിൾ രൂപീകരിക്കുക, അടുത്തതായിട്ട് ആയുധ പരിശോധന നടത്തുക, ജനക്കൂട്ട നിയന്ത്രണം നടത്തുക. ഇത്രയുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് അമേരിക്കയിലോട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നതെങ്കിൽ അമേരിക്കയിലെ US സീക്രട്ട് സർവീസാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത്. ഇനി അമേരിക്കയിലോട്ടല്ല, ഫ്രാൻസിലോട്ടാണ് പ്രധാനമന്ത്രി പോകുന്നത് ഗ്രൂപ്പ് ഡേ സെക്യൂരിറ്റി ഡേ ലാ പ്രസിഡന്റ് ഡേ ലാ റിപ്പബ്ലിക്ക എന്ന് പറയുന്ന അവരുടെ GSPR ആണ് പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത്. ഇനി അതുമല്ല, UK പ്രധാനമന്ത്രി പോകുന്നതെങ്കിൽ സ്കോട്ട്ലാൻഡ് യാർഡാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷ ഒരുക്കേണ്ട ടീമുകളിലൊന്ന്. പക്ഷേ ഇവർ സുരക്ഷ ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ റോയ്ക്കും നമ്മുടെ SPGക്കും നമ്മുടെ IBക്കും എല്ലാം കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരിക്കും. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുരക്ഷാ നടപടികളുടെ ഒരു ഫുൾ ബ്ലൂ പ്രിൻ്റ് നമ്മുടെ രാജ്യം അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങ് മേടിച്ച് കഴിഞ്ഞ ശേഷം ഏതൊക്കെ റൂട്ടിലൂടെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ സുരക്ഷാ രീതികളെന്ന് മനസ്സിലാക്കി അവരോട് പറയും, ഞങ്ങൾ ആയുധം കൊണ്ടുവരും, ഈ ആയുധം ഞങ്ങൾ സൂക്ഷിക്കും എന്ന് കൃത്യമായി അവരോട് പറഞ്ഞ ശേഷമാണ് അവർ സുരക്ഷ ഒരുക്കുന്നത്. ഇത്രയും കഴിഞ്ഞ ശേഷം രണ്ടാമത് SPGയുടെ പണിയാണ്. SPGയുടെ പണി എന്ന് പറഞ്ഞാൽ ക്ലോസ് പ്രൊട്ടക്ഷനാണ്. പ്രധാനമന്ത്രി പോകുന്ന ആ വഴികളും വീഥികളിലെല്ലാം തന്നെ SPG പ്രധാനമന്ത്രിയെ ചുറ്റിപ്പറ്റി, അതായത് നമ്മുടെ സന്ദേശ സിനിമയിൽ പൊതുവാഴ്ച പറയില്ലേ, എല്ലാവരും എൻ്റെ ചുറ്റും കൂടി നിൽക്കൂ എന്ന് പറയുന്നത് പോലെ പ്രധാനമന്ത്രിക്ക് ചുറ്റും SPG വലിയ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ തീർക്കുമെന്നുള്ളതാണ് അടുത്ത കാര്യമെന്ന് പറയുന്നത്. SPG ഹോസ്റ്റ് രാജ്യവുമായി ജോയിൻറ്റ് കമാൻഡ് സെൻറ്റർ രൂപീകരിച്ച് പ്രധാനമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ സജ്ജീകരിക്കും. SPG ഹോസ്റ്റ് രാജ്യവുമായി ജോയിൻറ്റ് കമാൻഡ് സെൻറ്റർ രൂപീകരിക്കും. എന്നിട്ടാണ് ഈ പ്രൊട്ടക്ഷൻ രൂപീകരിക്കുന്നത്. ഇത് 2 ടൈപ്പ് പ്രൊട്ടക്ഷൻ പ്രധാനമന്ത്രി അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കും. ഇനി പ്രധാനമന്ത്രിയുടെ വാഹനം പോകുന്ന വഴി, നമ്മുടെ നരേന്ദ്രമോദി പല രാജ്യങ്ങളിലും പോകുമ്പോൾ ഉപയോഗിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ മെഴ്സിലസ് മെയ്ബാക്ക് S650 ഗാർഡ്, ഇതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനം. അല്ലെങ്കിൽ ഹോസ്റ്റ് രാജ്യം കൊടുക്കുന്ന വാഹനമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഈ ഹോസ്റ്റ് രാജ്യം കൊടുക്കുന്ന വാഹനം നമ്മുടെ പ്രധാനമന്ത്രി കയറുന്നതിന് മുമ്പും അടിമുടി സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞ ശേഷമായിരിക്കും അകത്തേക്ക് കയറുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇനി യാത്രയ്ക്ക് മുമ്പ്, പ്രധാനമന്ത്രി അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് റോ എന്ന് പറഞ്ഞ നമ്മുടെ ചാര സംഘടനയുണ്ട്. ആ ചാര സംഘടന ആ രാജ്യത്ത് പറന്നിറങ്ങി അവരുടെ സുരക്ഷാ നടപടികൾ സമ്പൂർണ്ണമായി വിലയിരുത്തും. അത് കഴിഞ്ഞ് ഒരു റിപ്പോർട്ട് SPGക്ക് കൊടുക്കും. അത് കഴിഞ്ഞാണ് SPG കാര്യങ്ങളെല്ലാം കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്, പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത്. പിന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസ് NSA എന്ന് പറയുന്ന വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സുരക്ഷാ ചുമതല, അതായത് റോയ്ക്ക് തെറ്റുപറ്റാം, ചിലപ്പോൾ SPGക്കും തെറ്റുപറ്റാം, IBക്ക് പോലും തെറ്റുപറ്റാം, പക്ഷേ NSAക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല. NSA കൃത്യമായിട്ട് ഇത് നിരീക്ഷിക്കും. ഇതിലെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പിഴവുണ്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പിഴവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? NSA അത് കണ്ടുപിടിച്ചിരിക്കും. കാരണം അവർക്ക് പരാജയപ്പെടാൻ സാധിക്കില്ല. അവർക്ക് 100ൽ 100% എന്ത് വേണം? റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തെ NSA എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സുരക്ഷയുടെ നടുവിലാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു സ്ഥലത്തേക്ക് പോയി ഇറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി കുറച്ചുകൂടെ വിശദമായിട്ട് വേണമെങ്കിൽ പറയാം. ഇനി നിർണായക ഏജൻസികളായിട്ടുള്ള SPGയുടെ ഉത്തരവാദിത്തത്തിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ഊളിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ പ്രോക്സിമേറ്റ് ആയിട്ടുള്ള, അതായത് ക്ലോസ് പ്രൊട്ടക്ഷൻ എന്നെല്ലാം പ്രധാനമായി പറയാവുന്ന കാര്യമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. SPG ഔദ്യോഗിക
ഔദ്യോഗിക വെബ്സൈറ്റുകളും അതിൻ്റെ ചട്ടങ്ങളും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. പിന്നെ RAW NSA യാത്രയ്ക്ക് മുമ്പുള്ള വാർത്താ സംക്രമം, അതായത് ത്രെട്ട് അസസ്മെൻറ്റ്, ഇൻ്റലിജൻസ് എന്നിവ കൃത്യമായിട്ട് അവർ വിലയിരുത്തും. ആധികാരികമായിട്ടുള്ള ഭീഷണി വിലയിരുത്തലും റിസ്കി എലമെൻറ്റ്സ് എല്ലാം തുടച്ചു നീക്കലുമാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. ഹോസ്റ്റ് രാജ്യത്തിൻ്റെ സുരക്ഷാ ഏജൻസി, സന്ദർശന സ്ഥലത്ത് റോഡ് സെക്യൂരിറ്റി, പൊതുസുരക്ഷ, സംഭവ നിയന്ത്രണം തുടങ്ങിയവ നൽകും. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി യാത്രയ്ക്ക് മുമ്പ് ഒരു അഡ്വാൻസ് ടീം കാണും പ്രധാനമന്ത്രി. ആ അഡ്വാൻസ് ടീം കൃത്യമായിട്ട് പ്ലാനിങ് നടത്തും. അഡ്വാൻസ് ടീം ആൻഡ് പ്ലാനിങ് ആണ് യാത്രയ്ക്ക് മുമ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അഡ്വാൻസ് റീകണൈസൻസ് ടീം എന്നാണ് അതിന് പറയുന്നത്. ഇതിൽ SPG ഉണ്ടാവും, MEA ഉണ്ടാവും, RAW ഉണ്ടാവും. ഈ 3 അംഗ സംഘം 12 മുതൽ 100-ലധികം വിശദാംശങ്ങൾ പരിശോധിക്കും. ആ രാജ്യത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും അവിടെ ഉണ്ടാകാവുന്ന സകല കാര്യങ്ങളും പരിശോധിച്ച് വിലയിരുത്തും. ഇനി അടുത്തതായിട്ട് റൂട്ടുകൾ, ബഹുജന പ്രവേശന സ്ഥലങ്ങൾ, ഹെലി സ്റ്റാൻഡ്, ആശുപത്രികൾ, എക്സിക്യൂട്ടീവ് റൂട്ടുകൾ എന്നിവ പരിശോധിക്കും. ചുറ്റുമുള്ള കെട്ടിടങ്ങൾ പോലും അവർ വെറുതെ വിടില്ല എന്നുള്ളത് വേറൊരു കാര്യം. ത്രെട്ട് അസസ്മെൻറ്റ് റിപ്പോർട്ട് അത് പരിശോധിക്കുന്നത് RAWയും IBയും SPGയും കൂടെയാണ്. മോദിക്ക് അവിടെ എന്തെങ്കിലും ത്രെട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഈ 3 ടീമുള്ളത്. അവർ ത്രെട്ട് അസസ്മെൻറ്റ് റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ട് വന്നതിന് ശേഷമേ പ്രധാനമന്ത്രി അങ്ങോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം പോലും ഇവരെടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ സുരക്ഷയാണ് വേണ്ടത് എന്ന് അവർ കൃത്യമായി അവിടെ എത്തി വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇനി ക്ലോസ് പ്രൊട്ടക്ഷൻ ടീമായിട്ടുള്ള SPG, ഈ SPGയുടെ പരിപാടി, ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് PM-നോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഇവർ അതിഭീകരമായിട്ട് പരിശീലനം ലഭിച്ചിരിക്കുന്ന വലിയ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള വോറിയേഴ്സ് ആണെന്നുള്ളതാണ് മറ്റു കാര്യം. ഷോർട്ട് റേഞ്ച് ഷൂട്ടിങ്ങിൽ അതിവിദഗ്ധരാണ് SPG എന്ന് പറയുന്നത്. പോരാത്തതിന് ഹാർഡ് ടെറൈനിലൂടെ ഡ്രൈവ് ചെയ്യുക, സ്മൂത്തായി ഡ്രൈവ് ചെയ്യുക, മെഡിക്കൽ എയ്ഡ് എന്നിവയിൽ ഇവർക്ക് നല്ല പരിശീലനമുണ്ട്. എസ്കോർട്ട് ടീം ആൻഡ് സ്റ്റാറ്റിക് സെക്യൂരിറ്റി, മോട്ടോർക്കേഡിൽ SPG ഏജന്റുമാർ മറ്റ് എസ്കോർട്ട് വെഹിക്കിൾസ് എന്നിവയിലൂടെ PM-നെ വളഞ്ഞ് എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഇനി വാഹനം, ആയുധം, വൈദ്യസഹായം ഇതെല്ലാം എപ്പോഴും, അതായത് പ്രധാനമന്ത്രി ഏതൊക്കെ സമയം വിദേശ രാജ്യത്തുണ്ടോ അതെല്ലാം 24/7 കയ്യെത്തും ദൂരത്ത് റെഡിയായി നിൽക്കും എന്നുള്ളതാണ്. പിന്നെ അതിവിശ്വസനീയമായിട്ടുള്ള ആർമേഡ് മെഴ്സിലെസ് മെയ്ബാക്ക് S650 ഗാർഡ്, റേഞ്ച് റോവർ സെൻറ്റിനൽ പോലുള്ള പ്രധാനപ്പെട്ട വാഹനങ്ങളാണ് പ്രധാനമന്ത്രിക്കുള്ളത്. ഈ വാഹനങ്ങളുടെയൊക്കെ സവിശേഷതകൾ എന്ന് പറയുന്നത് കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. പോരാത്തതിന് കൂടെ പല ടൊയോട്ട ഫോർച്യൂണർ SUV, മെഴ്സിലെസ് സ്പ്രിൻറ്റർ മെഡിക്കൽ വെഹിക്കിൾ, ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ വെഹിക്കിൾ എന്നിവയുമുണ്ട്. ഇത് ഏകദേശം സ്പെസിഫിക് ഫ്ലീറ്റ് വിവരണങ്ങൾ തുറന്ന് പുറത്തുവിട്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇനി ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ വെഹിക്കിളുണ്ട്, IED, റിമോട്ട് ഡിറ്റണേഷൻ, ATGM ആക്രമണങ്ങൾക്കെതിരെയുള്ള ജാമിംഗ്, അറാമംഗം സംവിധാനങ്ങളും ആൻറ്റിനകളും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. SPG ഏജൻറ്റുകൾക്കായിട്ടുള്ള വെപ്പൺസും ഡിഫൻസീവ് കിറ്റുമാണ് അടുത്തതായിട്ട് സജ്ജീകരിക്കുന്നത്. അതൊന്നും പുറത്ത് പറയുന്നില്ല, അങ്ങനെ സൂചിക്കേണ്ട. അങ്ങനെ SPGക്കുള്ള വെപ്പൺസും ഡിഫൻസീവ് കിറ്റും അടുത്ത റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ, അതായത് അടുത്ത പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ പടിയിലേക്ക് വരുമ്പോൾ മെഡിക്കൽ സപ്പോർട്ടിനുള്ള കിറ്റ്, അതിനകത്തും എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഇത്രയും സംഭവങ്ങൾ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഫീൽഡ് പ്രോട്ടോക്കോളുകളും നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിക്കുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു രാജ്യത്ത് പോകുമ്പോൾ നമ്മുടെ രാജ്യം എടുക്കുന്ന പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത്ര ഗംഭീരമായിട്ട് പ്രിക്കോഷൻസ് എടുക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിക്കുക എന്നുള്ളത് ഏറെക്കുറെ വിദേശ രാജ്യത്ത് വെച്ച് അസാധ്യമാണ് എന്ന് പറയേണ്ടി വരും. സ്വദേശത്ത് വെച്ച് വേണമെങ്കിൽ ഒരു കൈ നോക്കാവുന്നതാണ്, പയറ്റി നോക്കാവുന്നതാണ്. കാരണം നമ്മുടെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എല്ലാം നമ്മുടെ നാട്ടിൽ വെച്ചാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മോദിയെ ആർക്കെങ്കിലും വധിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് വിദേശത്തെക്കാട്ടിലും സ്വദേശമായിരിക്കും കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ളത്. കാരണം പ്രധാനമന്ത്രി സ്വദേശത്ത് അദ്ദേഹം വളരെ നെഞ്ചും വിരിച്ചാണ് നടക്കുന്നത്. അദ്ദേഹത്തിന് 100% കോൺഫിഡൻസ് ആണ് നമ്മുടെ രാജ്യത്തൂടെ നടക്കുമ്പോൾ. പോരാത്തതിന് റിപ്പബ്ലിക് പരേഡ്, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഷീൽഡ്, ഈ ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി എടുത്ത് മാറ്റി പോലും വെച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി വിഹരിക്കുന്നത്, സ്വൈര്യവിഹാരം നടത്തുന്നത്. അതുകൊണ്ട് വിദേശത്തെക്കാട്ടിലും പ്രധാനമന്ത്രിയെ വധിക്കാനായിട്ടൊരു പദ്ധതി ഉണ്ടെങ്കിൽ അത് സ്വദേശത്ത് വെച്ച് നടപ്പാക്കാനായിരിക്കും പ്രതിയോഗികൾക്ക് കൂടുതൽ എളുപ്പം എന്നാണ് നമ്മുടെ ഡിഫൻസ് വിദഗ്ധർ അഥവാ പ്രതിരോധ വിദഗ്ധർ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം, പ്രധാനമന്ത്രിയെ കൊല്ലാനായിട്ട് വന്ന ആ ഒരു കമാൻഡോ ആരവൽ ജാക്സൺ, അയാൾ പൊളോണിയം എന്ന് പറയുന്ന റഷ്യയുടെ ഒരു വിഷം കഴിച്ചാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, ഈ പൊളോണിയം കഴിച്ച് അയാൾ മരണപ്പെട്ടു, ഇത് കൊടുത്തത് റഷ്യ തന്നെയാണ് എന്നെന്താണ് ഉറപ്പ്?
ഇത് റഷ്യ തന്നെയാണ് കൊടുത്തത് എന്താണ് ഉറപ്പ്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ചാരവൃത്തിക്കായി ഉപയോഗിക്കുന്ന പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇന്ത്യ മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇന്ത്യ അത് മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ജയശങ്കർ പറഞ്ഞ ABC പോലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കും അറിയില്ല. നമ്മൾ ഈ പുറത്ത് കാണുന്ന പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് അവിടെ ഞോട്ടാൻ പ്രഖ്യാപിച്ചു, സർക്രീക്കിൽ ഇപ്പോൾ അടി തുടങ്ങും, ഇപ്പുറത്ത് ബേ ഓഫ് ബംഗാളിൽ ഞോട്ടാൻ പ്രഖ്യാപിച്ചു, അഗ്നി മിസൈലുകൾ അങ്ങോട്ട് പറത്തിവിടും, ബംഗ്ലാദേശിന് ചുറ്റും നമ്മൾ റെയിൽവേ പാലം പണിതു, ആ റെയിൽവേ പാലം ട്രെയിൻ വെറുതെ പോകുന്നതല്ല, ആ ട്രെയിനിനകത്ത് നിന്ന് അഗ്നി മിസൈലുകൾ അടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ തുറന്നു പറയുകയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ അടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ ബംഗ്ലാദേശ് എന്ത് ചെയ്യും? അങ്ങനെ ഒരു സെറ്റപ്പോയിട്ട് അവന്മാർ വരുന്നുണ്ട്. നമുക്കതിനെ പ്രതിരോധിക്കണമെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി വെക്കില്ലേ? അപ്പോൾ അവിടെ ഒരു പ്ലാൻ ബിയും ഒരു പ്ലാൻ സിയും വേണം. അതുപോലെ ഒരു പ്ലാൻ ബിയും പ്ലാൻ സിയുടെയും ഭാഗമായി പൊളോണിയം ഇന്ത്യയാണ് പ്രയോഗിച്ചതെങ്കിലോ, നമ്മുടെ രാജ്യമാണ് പൊളോണിയം പ്രയോഗിച്ചതെങ്കിലോ, പ്രധാനമന്ത്രിയെ വധിക്കാനാണ് ഇയാൾ വന്നതെങ്കിൽ നമ്മുടെ രാജ്യമാണത് പ്രയോഗിച്ചതെങ്കിലോ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ ശരി.